എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മണിക്കൊഴുക്കട്ട എന്ന് പറയുന്ന പലഹാരമാണ്. പലഹാരമെന്നും പറയാം, നമുക്കത് ചെറിയ രീതിയിൽ പായസം എന്നും പറയാം. കാരണം ഇതിനകത്ത് കുറച്ച് മധുരം ചേരുകയും കുറച്ച് ലൂസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതുമാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വറുത്ത് വച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ അരിപ്പൊടി, പച്ചരി കഴുകി വറുത്ത് അപ്പത്തിന് പൊടിച്ച പൊടി, പിന്നെ തേങ്ങാപ്പാൽ, പിന്നെ ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നത്, ഏലക്കാപ്പൊടി, കാഷ്യൂനട്ട്, നെയ്ക്കകത്ത് വറുത്തിടാൻ കാഷ്യൂനട്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. ആ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് അരിപ്പൊടി ഇട്ട് കുഴച്ചെടുക്കണം. ഈ കുഴച്ച് വെച്ച മാവ് നമുക്ക് ഉരുട്ടാൻ പരുവത്തിന് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട്, എത്രത്തോളം ചെറിയ ഉരുളയാക്കാമോ അത്രത്തോളം ചെറിയ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കുക. അത്രത്തോളം ടേസ്റ്റ് കൂടും. നമ്മുടെ മണിക്കൊഴുക്കട്ടകള് ഉരുട്ടി കഴിഞ്ഞു. ഇനി അത് നമുക്ക് ആവിയിലൊന്ന് വേവിക്കണം. ആവിയിൽ ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഒരു 10 മിനിറ്റ്, 5 മിനിറ്റ് അല്ല, ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. നമ്മുടെ മണിക്കൊഴുക്കട്ട വെന്തിട്ടുണ്ട്. വാങ്ങി വയ്ക്കാം, പാത്രം വയ്ക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇതോ വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ആവശ്യമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. തേങ്ങാപ്പാലില് കുറച്ച് അരിപ്പൊടി നമ്മൾ കലക്കി ചേർക്കണം. കുറച്ച് അരിപ്പൊടിയും കൂടെ കലക്കി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇതിലേക്ക് ശർക്കര, നമ്മൾ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര അരിച്ചൊഴിക്കുക. കുറുകി വരുമ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി, നമ്മുടെ മണിക്കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മണിപ്പായസം എന്നും പറയാം, പക്ഷേ ഉടുപ്പിക്കാരിത് പറയുന്നത് മണിക്കൊഴുക്കട്ട എന്നാണ്. നമ്മുടെ മണിക്കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇത് ശർക്കരയും കൂടെ ചേർക്കുന്നത് കൊണ്ടും ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടും മണിപ്പായസം എന്ന് വേണമെങ്കിലും ഇതിന് പറയാം. ഇത് ഉടുപ്പിക്കാരുടെ ഒരു വിശിഷ്ട ഭോജ്യമാണ്. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.